ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സദസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട രുക്മിണി ടീച്ചർ, പ്രിയപ്പെട്ട ഗീതാൻറ്റി, പിന്നെ പ്രിയപ്പെട്ട ഈ പരിപാടിയിലേക്ക് നമ്മളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ശ്രീ ഉദയൻ, ഇവിടെ കണ്ടകുറുമ്പക്കാവിലെ ഈ പ്രൗഢമായ സദസ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും ഊർജം തരുന്ന ഒരു സദസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും രാമായണത്തിലെ വിചാരങ്ങളുമായി നമ്മൾ ഇതുപോലെ ഒത്തുകൂടാറുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നവർ, സാഹിത്യവും രാഷ്ട്രീയവും സംഗീതവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വിശിഷ്ട വ്യക്തികൾ രാമായണത്തെ എങ്ങനെ അപഗ്രഥിക്കുന്നു, അതൊരു വളരെ നവീനമായ എന്നാൽ വളരെ സാധ്യത നൽകുന്ന ഒരു സങ്കേതമായി നമുക്കെപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഭാഷണത്തിന് വരുന്നവരുടെ ചിന്തകൾ, ഈ പ്രദേശത്തുള്ളവരുടെ ചിന്തകളെ തീർച്ചയായും ഗൗരവമായി ഉള്ള രാമായണ പഠനത്തിലേക്ക് നയിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. രാമായണം കഴിഞ്ഞ നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതലേയുള്ള ഓർമ്മകളിൽ രാമായണമുണ്ട്. രാമായണ കഥ നമുക്ക് പുതിയതല്ല. രാമായണ കഥ കാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രായം വളരുന്നതോടൊപ്പം, നമ്മുടെ അനുഭവ പരിസരങ്ങൾ വളരുന്നതോടൊപ്പം നമ്മളോടൊപ്പം വളർന്ന കഥയാണ് വാസ്തവത്തിൽ രാമായണം. അതുകൊണ്ട് തന്നെ ഓരോ ഭാരതീയൻ്റെയും ഉള്ളിൽ രാമകഥ അവൻ്റെ ഹൃദയതാളമായി അന്തർഭവിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഏതൊക്കെ ഇടങ്ങളിൽ ചെന്നാലും രാമകഥയുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആ പ്രദേശത്തിന് പങ്കുവയ്ക്കാനുണ്ടാകും. മാത്രമല്ല, ഭാരതത്തിൻ്റെ വിശാലമായ ദേശീയത വ്യാപിച്ചിട്ടുള്ളിടങ്ങളിലൊക്കെ രാമകഥയ്ക്ക് പ്രസക്തിയുണ്ട്. രാമായണത്തിൽ തന്നെ നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് പോലെ യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഏതൊക്കെ കാലത്തോളം ഗിരികളും സരിത്തുകളും ഒക്കെ നിലനിൽക്കുന്നുവോ അതുവരെ അക്കാലമത്രയും രാമായണ കഥ ലോകത്തിൽ പ്രചരിക്കും. കാരണം മനുഷ്യന്റെ മൂല്യബോധത്തെ, മനുഷ്യന്റെ സത്യബോധത്തെ, മനുഷ്യന്റെ ധർമ്മബോധത്തെ, നീതിബോധത്തെ ഒക്കെ ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ട് രാമായണവും രാമായണ കഥാപാത്രങ്ങളും രാമായണ സന്ദർഭങ്ങളും നമ്മളോട് സംവദിക്കുന്നുണ്ട്. ഓരോ പ്രായത്തിലുള്ളവർക്കും ഓരോ ജീവിത പരിസരങ്ങളിലുള്ളവർക്കും തങ്ങളുടെ കൂടി കഥയായി രാമായണം മാറുന്നു എന്നതാണ് രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ഈ ഒരു 1.25 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ വിചാരം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള വിഷയം, എനിക്ക് തോന്നുന്നു കുറച്ച് ഗൗരവമായ വിഷയങ്ങൾ പറയാൻ പറ്റുന്നൊരിടമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ രാമായണത്തിൻ്റെ, പ്രത്യേകിച്ചും രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ ശ്രീരാമ ഭരത സംവാദത്തിൽ ശ്രീരാമന്റെ രാഷ്ട്ര ദർശനം എന്താണ്, ഭാരതത്തിൻ്റെ രാഷ്ട്ര ദർശനം എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തിൻ്റെ രാഷ്ട്ര ദർശനം, രാമരാജ്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ സങ്കല്പത്തെ രാമായണത്തിൽ 2 ഇടങ്ങളിലാണ് ഏറ്റവും കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്ന് യുദ്ധകാന്ഡം കഴിയുന്ന ഭാഗത്തും ഒന്ന് ഈ അയോധ്യാകാന്ഡത്തിലുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. രാമൻ തൻ്റെ ഒരു ഭരണാധിപൻ എന്ന നിലയിൽ, രാമൻ തൻ്റെ ജീവിതം കൊണ്ട്, അയോധ്യയിലെ ജീവിതം കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ടൊക്കെ സ്വരൂപിച്ചെടുത്ത രാമന്റെ രാഷ്ട്ര ജീവിതത്തെക്കുറിച്ചുള്ള ദർശനത്തെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പരിസരത്തിൽ, ഈ പശ്ചാത്തലത്തിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്ര ജീവിത ദർശനം എന്താണ്, ഭാരതത്തിൻ്റെ ആദർശ രാഷ്ട്ര ദർശനം എന്താണ് എന്ന് നമുക്ക് രാമായണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു രാഷ്ട്രസങ്കല്പം നമുക്ക് വേദങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. ഒരു രാഷ്ട്രമെന്ന ഒരു
ജീവിത സങ്കല്പം നമുക്ക് വേദങ്ങളിൽ മുതലേ കാണാൻ സാധിക്കും. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു ഭരണാധിപൻ എങ്ങനെയായിരിക്കണം, ഒരു രാജ്യ വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു പൗരനെന്ന നിലയിൽ നാം ഓരോരുത്തരും, നമ്മൾ ഒരിക്കലും രാജഭരണകാലത്തെ പോലെ ഇന്ന് സംസാരിക്കുമ്പോൾ നോക്കൂ, രാമായണ കാലത്ത് നിന്നും കാലമേറെ പുരോഗമിച്ചു നാം ഇന്നത്തെ ആധുനിക കാലത്ത് നിന്നുകൊണ്ടാണ് രാമായണത്തിന്റെ രാഷ്ട്രദർശനം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആധുനിക കാലത്തേക്ക് വരുമ്പോൾ ജനാധിപത്യ യുഗത്തിൽ നിന്നുകൊണ്ട് ഒരു പൗരന്റെ കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നാം രാമായണത്തിലെ രാഷ്ട്രദർശനത്തെ ചർച്ച ചെയ്യുമ്പോൾ നാം കൃത്യമായി ധരിച്ചിരിക്കേണ്ടത്, ലീലാവതി ടീച്ചറൊക്കെ എപ്പോഴും രാമായണത്തെ അപഗ്രഥിക്കുമ്പോൾ ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിഹാസങ്ങളിലെ മൂല്യസങ്കല്പങ്ങളെ കുറിച്ച് നാം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും ആദ്യത്തെ ധാരണ എന്ന് പറയുന്നത് കാലത്തെ കുറിച്ചുള്ള ധാരണയാണ്. ഇതിഹാസ കാലത്തു നിന്നും മനുഷ്യന്റെ സാമൂഹ്യ ജീവിതക്രമം വളരെ വ്യത്യസ്തമായി പരിണമിച്ചു വന്നിട്ടുള്ള ഒരു കാലത്തു നിന്നുകൊണ്ട് ഇതിഹാസങ്ങളിലെ ജീവിത മൂല്യങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആധുനിക കാലത്ത് കാണുന്ന വലിയൊരു പ്രശ്നം ഇതാണ്. ഇതിഹാസങ്ങളെ വളരെ കൃത്യമായി വായിച്ച് ഇതിഹാസങ്ങളെ അപഗ്രഥിച്ച് പറയുന്ന ഒരു പക്ഷവും ഇതിഹാസങ്ങളെ വളരെ അന്ധമായിട്ട് ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ജീവിത ദർശനത്തെ ഒട്ടും തന്നെ ഗൗരവമായി മനസ്സിലാക്കാതെ അതിൻ്റെ മൂല്യബോധത്തെ തമസ്കരിച്ചുകൊണ്ട്, ബോധപൂർവം തമസ്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു വിഭാഗത്തെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ തമസ്കരണങ്ങളുടെ ഒക്കെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഇതിഹാസ കാലത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. അന്ന് അങ്ങനെ നിഷേധിച്ചിരുന്നു, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ ആധുനിക കാലത്തെ ഒരു പ്രവണതയായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലത്തിന്റെ വലിയ മാറ്റത്തെ ഉൾക്കൊള്ളാതെ ഇതിഹാസ ജീവിത ദർശനത്തെ നമുക്ക് ഈ കാലത്തേക്ക് കൊണ്ടുവരാം. കാരണം കാലം എത്ര മാറിയാലും കാലം എത്ര കഴിഞ്ഞാലും മാറാത്ത മൂല്യ ദർശനത്തെ നമുക്ക് എടുക്കാം. പക്ഷേ അന്നത്തെ നിയമസംഹിതകളെയും അന്നത്തെ ജീവിത സാഹചര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിഹാസത്തെ ആധുനിക കാലത്ത് വായിക്കേണ്ടത് എന്ന ഒരു കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ഇതിഹാസത്തിലെ രാഷ്ട്രദർശനത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പഠിതാവിന്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ധാരണ എന്ന് പറയുന്നത് ഈ കാലത്തെക്കുറിച്ചുള്ള, അന്നത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള, അന്നത്തെ ജീവിത രീതികളെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ആധുനിക കാലത്ത് ഇതിഹാസ വായന നടത്താവൂ എന്ന ഒരു അടിസ്ഥാനപരമായ ചിന്തയിൽ നിന്നുകൊണ്ടാണ് നാം രാഷ്ട്രദർശനത്തെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതാണ് രാമായണത്തിലെ രാഷ്ട്ര ജീവിത ദർശനം എന്ന് പറയുന്നത്. കാലമേറെ കഴിഞ്ഞാലും അതിൻ്റെ മൂല്യസങ്കല്പത്തിന്, അതിൻ്റെ ദാർശനികമായ രാഷ്ട്രദർശനത്തിന് മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് നാം ഈ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാലത്തിൻ്റെ വ്യത്യാസങ്ങളിൽ പെടാത്ത മൂല്യബോധം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഭാരതം ഒരു മാതൃകാ ഭരണാധിപനായി ശ്രീരാമൻ എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ മുഖ്യമായ കാരണം ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നതിന് ഭാരതം നൽകുന്ന ഏറ്റവും നല്ല നിർവചനം രാജഋഷി എന്ന നമ്മുടെ സങ്കല്പമാണ്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പാശ്ചാത്യ സങ്കല്പത്തിൽ ഫിലോസഫർ കിങ് എന്ന സങ്കല്പം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്ന ചിന്തയിൽ ഗ്രീക്ക് സംസ്കാരത്തിലാണ് ഫിലോസഫർ കിങ് എന്നുള്ള സങ്കല്പം രൂപപ്പെട്ടത്. എ കിങ് ഷുഡ് ബി സെയിന്റ്ലി
സെയിന്റ്ലി വിത്തിൻ, ഉള്ളിലൊരു ഋഷിയുടെ കരുത്ത് സൂക്ഷിക്കുന്നവനാവണം രാജാവ്. ഇത് രാജാവിൽ മാത്രമല്ല നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നത്, അത് ഏത് നേതാവിലും പ്രയോഗിക്കാവുന്നതാണ്. അത് കുടുംബം മുതൽ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലെയും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ഭാരതം കൊടുത്തിട്ടുള്ള ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് ഉള്ളിൽ നിസ്വാർത്ഥതയുടെ കരുത്തും പുറമേ രാജാവിൻ്റെ പ്രൗഢിയും. ഉള്ളിൽ അത് അധികാരത്തിൻ്റെ എല്ലാ ഇടങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്. ഒരു വീട് പോലും ഒരു അധികാര കേന്ദ്രമാണ്. ആ വീടിൻ്റെ പവറുണ്ട്, ആ വീട്ടിൽ നിലനിൽക്കുന്ന പവറുണ്ട്. ഒരുപക്ഷെ അമ്മയായിരിക്കും ആ ശക്തി കേന്ദ്രം. അമ്മയിൽ നിന്നായിരിക്കാം ആ പവർ എന്ന് പറയുന്നത് വിനിമയം ചെയ്യപ്പെടുന്നത്. ഈ പവർ എന്ന് പറയുന്നത് അത് അധികാരം നൽകുന്ന പവറാവാം, സമ്പത്ത് നൽകുന്ന പവറാവാം, അറിവ് നൽകുന്ന ശക്തിയാകാം, സൗന്ദര്യം നൽകുന്ന ശക്തിയാകാം. ഇങ്ങനെ അധികാരം വിനിയോഗിക്കാനുള്ള ഇടങ്ങളിലൊക്കെ, നേതൃത്വം വിനിയോഗിക്കാവുന്ന ഇടങ്ങളിലൊക്കെ ഭാരതം മുൻനിർത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ ആശയം അവർ നിസ്വാർത്ഥത ശീലിക്കണം എന്നതു തന്നെയാണ്. ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞൻ എന്ന സങ്കല്പവുമായി ചേർത്ത് വായിക്കാവുന്നതാണിത്. രാഷ്ട്ര ജീവിതത്തിന്റെ, സമൂഹ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ എല്ലാ നേതൃത്വപരമായ സ്ഥാനങ്ങളിൽ ഇടപെടുമ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഋഷി ഉണ്ടായിരിക്കണം. ആ വ്യക്തിയുടെ ഉള്ളിൽ അല്പം പോലും സ്വാർത്ഥതയില്ലാത്ത, സമൂഹത്തിന്, കുടുംബത്തിന്, രാഷ്ട്രത്തിന് തന്നെ തൻ്റെ ഇടമെന്നില്ലവിടെ തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് ഏറ്റവും കുറച്ചു പ്രാധാന്യം കൊടുത്തുകൊണ്ട്, തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഏറ്റവും പിന്നിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്ര ജീവിതത്തിന്, കുടുംബത്തിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു നേതൃത്വം ഉണ്ടെങ്കിലേ അത് വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ സെയിന്റ്ലി വിത്തിൻ എന്നത് വലിയൊരു സങ്കല്പമാണ്, ഒരു ഋഷിയുടെ. രാമനത് വെളിപ്പെടുത്തുന്നത് കൈകേയിയോട് ഒരവസരത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് താൻ ആരാണ് എന്ന്. വാൽമീകിയുടെ രാമൻ ഈ കാട്ടിലേക്ക് വിടാൻ നേരത്ത് കൈകേയിയും രാമനും ദശരഥനും ഒക്കെ തമ്മിൽ നടന്ന വളരെ ആ കുടുംബത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭാഷണത്തിൽ ഒരു വേള കൈകേയിയോട് രാമൻ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് പറയുന്നുണ്ട്, നാഹമർത്ഥപരോ ദേവി, അമ്മേ ഞാൻ അർത്ഥകാമങ്ങളിൽ ഭ്രമിക്കുന്നവനല്ലെന്ന് അമ്മ തിരിച്ചറിയണം. കാരണം കാട്ടിലേക്ക് പോകാനും നാട്ടിൽ വാഴാനും രാമൻ ഒരേ മനസ്സാണ്. ഇതാണ് ഒരു നേതൃത്വത്തിന്റെ ഗുണം മാറ്റുരയ്ക്കപ്പെടുന്ന ഇടം. ലഭിക്കുമ്പോഴും ലഭിച്ചത് തിരിച്ചെടുക്കുമ്പോഴും ഒരേ മനസ്സ് അദ്ദേഹത്തിന് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? കിട്ടുമ്പോഴും അത് തിരിച്ചെടുക്കുമ്പോഴും അത് നിഷേധിക്കപ്പെടുമ്പോഴും ഒരേ സംയമനം പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെ രാമൻ പറയുന്നത് വിദ്ധിമാം ഋഷിഭിത്തുല്യം, അമ്മേ ഞാൻ ഋഷിയെ പോലെയാണ് എൻ്റെ മനസ്സ് എന്നമ്മ മനസ്സിലാക്കണം. അപ്പൊ രാമൻ തൻ്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒന്നാണ് ഈ ഋഷിയെ പോലെ എന്ന് പറയുന്നത്. അപ്പൊ ഭാരതം മുന്നോട്ട് വെച്ച മാതൃകാ ഭരണാധിപനായ ശ്രീരാമൻ എന്ന ആദർശം, അത് ഈ ഉള്ളിൽ ഋഷിയുടെ കരുത്തും പുറമേ രാജാവിൻ്റെ പ്രൗഢിയും സൂക്ഷിക്കുന്ന വ്യക്തിത്വമായിരിക്കണം. ഇതാണ് ഭഗവത്ഗീതയിലെ തപോ വ്യക്തിത്വത്തിൻ്റെയും ക്ഷാത്ര വ്യക്തിത്വത്തിൻ്റെയും സമന്വയം. കൃഷ്ണാർജുനന്മാർ എന്ന ഭാരതത്തിൻ്റെ സങ്കല്പം, നരനാരായണന്മാർ എന്ന ഭാരതത്തിൻ്റെ സങ്കല്പം. ഈ നരനും നാരായണനും കൂടുമ്പോഴാണ് ഒരു രാഷ്ട്രപതിൻ്റെ എല്ലാ പ്രഭാവത്തിലും നിലനിൽക്കുന്നത്. നരന്റെ കരുത്തും നാരായണന്റെ ആത്മവീര്യവും, അർജുനന്റെ കരുത്തും കൃഷ്ണന്റെ ആത്മവീര്യവും, ഇത് രണ്ടും ഒരാളിൽ സമന്വയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വാസ്തവത്തിൽ നമ്മൾ ശ്രീരാമനിൽ കാണുന്നത്. അങ്ങനെ ഒരു ഭരണാധിപന്റെ രാഷ്ട്ര ജീവിത ദർശനം എന്ന് പറയുന്നത് എത്രമാത്രം ആഴത്തിലുള്ളതായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. ശ്രീരാമൻ ഭരതനോട് ഈ ഗൗരവമായ ഒരു അധ്യായം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന
ദശരഥന്റെ കൈകേയിക്ക് കൊടുത്ത വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ദശരഥന്റെ രാമാഭിഷേകം തീരുമാനിക്കപ്പെട്ടതിൻ്റെ അന്ന് രാത്രി അഭിഷേകം മുടങ്ങുകയും രാമൻ കാട്ടിൽ പോകണം എന്ന തീരുമാനം പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു. അങ്ങനെ രാമൻ, ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് പുറപ്പെടുന്നു. അവർ കാട്ടിൽ എത്തി. ശൃംഗിവേരപുരം കടന്ന് അവർ താപസവേഷധാരികളായി കാട്ടിലെത്തി. ഈ സമയത്ത് അയോധ്യയിൽ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ദശരഥൻ മരണപ്പെടുന്നു. ഭരതൻ, കേകയത്തിൽ പോയ ഭരതൻ തിരിച്ച് നാട്ടിലെത്തുന്നു. ഈ സമയത്താണ് അവിടെ നടന്ന സംഗതികളെ കുറിച്ചൊക്കെ ഭരതന് അറിവുണ്ടാകുന്നത്. ക്രുദ്ധനായ ഭരതന്റെ ആ സമയത്തെ ക്രോധം, ആ സമയത്ത് ഭരതന്റെ മാനസികാവസ്ഥ വളരെ ആഴത്തിൽ പഠിക്കേണ്ട മാനസികാവസ്ഥയാണ്. ഇവർ എല്ലാവരും കൂടി കാട്ടിലേക്ക് പോവുകയാണ്. ജ്യേഷ്ഠൻ ഉപേക്ഷിച്ച രാജ്യം എനിക്ക് ആവശ്യമില്ല, ജ്യേഷ്ഠന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നാട്ടിലെത്തി അയോധ്യ ഭരിക്കേണ്ടത് രാമചന്ദ്രൻ തന്നെയാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ ഇവർ എല്ലാവരും കൂടി ഘോഷയാത്ര പോലെ ഇവരെല്ലാവരും കൂടെ കാട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് സന്ദർഭം. ഈ സന്ദർഭത്തിൽ രാമന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഭരതൻ ജടധരിച്ച് മരവുരിയുടെ ഉടുത്ത നിൽക്കുന്ന രാമനെ ഭരതൻ അത്ഭുതാദരങ്ങളോടെ കണ്ടുകൊണ്ട് രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഭരതൻ രാമനോട് തിരിച്ചു വരണം, അങ്ങ് വന്ന് രാജ്യം സ്വീകരിക്കണം എന്നാവശ്യപ്പെടുന്നതാണ് സന്ദർഭം. രാമൻ ഒരുപക്ഷെ ലക്ഷ്മണോപദേശം പോലെ തന്നെ രാമായണത്തിലെ, നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ലക്ഷ്മണോപദേശം കാണുന്നത് പോലെ തന്നെ വാൽമീകി രാമായണത്തിൽ രാമൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജന് കൊടുക്കുന്ന ലക്ഷ്മണന് കൊടുത്ത സന്ദർഭം മറ്റൊന്നായിരുന്നു. ഇവിടെ രാജ്യഭാരം മുന്നോട്ട് കൊണ്ടുപോകേണ്ട തൻ്റെ അനുജന് മറ്റൊന്നിനെ കുറിച്ചുമല്ല രാമൻ സംസാരിക്കുന്നത്. രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അയോധ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പാരമ്പര്യം എന്താണ്? ഭാരതത്തിന്റെ രാഷ്ട്ര ജീവിത ദർശനം എന്താണ്? അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നും പ്രസക്തമാകുന്നത്. ഇതിലെ ഓരോ ഘട്ടത്തിലൂടെയും നമുക്കൊന്ന് കടന്നു പോകാം. ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ആധുനിക നമ്മുടെ സാമൂഹ്യ സാഹചര്യവുമായി ഒത്തുനോക്കാൻ സാധിക്കും. അങ്ങനെ ഒത്തുനോക്കാൻ സാധിക്കുന്നത് ഇത് രാഷ്ട്ര ജീവിതത്തെ സംബന്ധിക്കുന്ന ദർശനമായതുകൊണ്ടാണ്. എന്തായാലും രാമന് അനുജന്മാരോട് വലിയ വാത്സല്യമാണെന്ന് നമുക്കറിയാം. എഴുത്തച്ഛന്റെ രാമൻ ലക്ഷ്മണനെ വിളിച്ചത് വത്സ, സൗമിത്രേ, കുമാര, ഇങ്ങനെ വാത്സല്യത്തിന്റെ എല്ലാ വാക്കുകളും പറഞ്ഞുകൊണ്ടാണ് ആ ഉപദേശം ആരംഭിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. രാമൻ ചേർത്തു പിടിച്ച് മൂർധാവിൽ മുകർന്നുകൊണ്ട് വാത്സല്യപൂർവം ആദ്യത്തെ, നമുക്ക് ഒരു സംഭാഷണം എങ്ങനെ ആരംഭിക്കണമെന്ന് പോലും നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. കുറേ ദിവസങ്ങൾക്ക് ശേഷം അനുജനെ കാണുകയാണ്. കാട്ടിലേക്ക് പോന്നു. ഈ ദിവസങ്ങളൊക്കെ എന്താ സംഭവിച്ചത് എന്നൊന്നും അറിഞ്ഞുകൂടാ. ആദ്യത്തത് കുശലാന്വേഷണം തന്നെയാണ്. ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തി എത്ര ആകുലതയിലിരിക്കുന്ന വ്യക്തിയുമാകട്ടെ, രണ്ടുപേരും എത്ര ആകുലതയിലുള്ള വ്യക്തികളുമാകട്ടെ, ആദ്യം സംഭാഷണം ആരംഭിക്കേണ്ടത് കുശലാന്വേഷണത്തോടെ തന്നെയാണ് എന്നാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നോക്കൂ, അതാ കുട്ടി വളരെ ആദരവോട് കൂടിയിട്ട് കുട്ടി, മകനെ എന്നൊക്കെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് നീ കാട്ടിലേക്ക് പോന്നുവല്ലോ. ആദ്യം ചോദിക്കുന്നത് അച്ഛന്റെ കാര്യമാണ്. അച്ഛൻ എവിടെയാണ്? അദ്ദേഹം ജീവിച്ചിരിക്കെ നീ കാട്ടിലേക്ക് പോരാൻ പാടില്ല, അച്ഛനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്. അപ്പൊ രാമൻ അറിഞ്ഞിട്ടില്ല. ഈ സംഭാഷണത്തിന് മുഴുവൻ ശേഷമാണ് ദശരഥൻ മരണപ്പെട്ടു എന്ന് രാമൻ അറിയുന്നത്. അപ്പോ അച്ഛൻ ജീവിച്ചിരിക്കെ നീ കാട്ടിലേക്ക് പോരാൻ പാടുള്ളതല്ലോ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് എല്ലാരോടും കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് നിന്നെ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം നിറയുന്നു. ഇത്ര
കുശലാന്വേഷണത്തോടു കൂടിയിട്ടാണ് രാമൻ ആരംഭിക്കുന്നത്. ഇതൊരു മര്യാദയുടെ ലക്ഷണമാണ്. നമ്മൾ നചികേതസ് യമന്റെ അടുത്തു പോയ സമയത്ത് ഉപനിഷത്തിൽ നചികേതസ് 3 വരങ്ങൾ ചോദിക്കുന്നുണ്ട് യമനോട്. 3 ദിവസം അവിടെ കാത്തിരുന്നു. കാരണം അച്ഛൻ, ഒരു തരത്തിൽ പറഞ്ഞാൽ അച്ഛനെ ഇറക്കി വിട്ടിട്ടാണ് അയാൾ പോയത്. എന്നെ ആർക്കാണ് കൊടുക്കുന്നത് എന്ന ചോദ്യം പോയി അച്ഛനോട് ചോദിച്ചപ്പോ ദേഷ്യപ്പെട്ടിട്ട് അച്ഛൻ പറഞ്ഞു, നിന്നെ യമന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പിന്തുടർന്ന് പോയതാണ് നചികേതസ് യമന്റെ അടുത്തേക്ക്. അപ്പൊ അവിടെ ചെന്നിട്ട് യമന്റെ അടുത്ത് 3 ദിവസം കാത്തിരുന്നു. അപ്പൊ യമൻ വന്നപ്പോ ഈ കുട്ടി കുറച്ചു ദിവസമായി എന്നെ കാത്തിരിക്കുന്നു. അപ്പൊ യമൻ നചികേതസിന് 3 ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറയുന്നു, 3 വരങ്ങൾ ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആദ്യം നചികേതസ് ചോദിച്ച ചോദ്യം, എൻ്റെ അച്ഛന് ശാന്തസങ്കല്പ, എൻ്റെ അച്ഛന് ഞാൻ ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് ആകുലതയുണ്ടാവരുത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിന് എൻ്റെ ഈ ഒരു യമലോകത്തേക്കുള്ള യാത്ര കൊണ്ടുണ്ടായ ആകുലത ഇല്ലാതാക്കി കൊടുക്കണം. അപ്പൊ അത്തരം ഒരു മര്യാദ ആദ്യം ഭരതനെ കണ്ട വഴി തന്നെ രാമൻ ചോദിക്കുന്നത്. ഈ ഒരു ഇവർക്ക് പലതും പറയാനുണ്ടാകാം, ഇവർക്ക് പല കാര്യങ്ങളും ഇതിൽ സംസാരിക്കാനുണ്ടാകാം. പക്ഷേ ആദ്യം അച്ഛൻ്റെ കാര്യം ചോദിക്കുന്നു. അടുത്തതും രണ്ടാമത് ചോദിക്കുന്നതും, നമുക്ക് പരമ്പരാഗതമായി ലഭിച്ച രാജ്യം നിന്റെ വളരെ നന്നായി നീ സംരക്ഷിക്കുന്നുണ്ടല്ലോ, മഹാരാജാവ് സ്വസ്ഥനായിരിക്കുന്നല്ലോ. അടുത്ത ചോദ്യം, ബ്രഹ്മജ്ഞനും ധർമ്മനിഷ്ഠനും തേജസ്വിയും ഇക്ഷ്വാകുകൾ വംശത്തിന്റെ ആചാര്യനുമായ വസിഷ്ഠ മഹർഷിയെ നീ നന്നായി പൂജിച്ചാദരിക്കുന്നില്ലേ? അപ്പൊ അച്ഛൻ, ഗുരു, അടുത്തത് കൗസല്യയും കൈകേയിയും സുമിത്രയും, നമ്മുടെ അമ്മമാരെല്ലാവരും സ്വസ്ഥമായിരിക്കുന്നല്ലോ. ഇതൊരു ഭരണാധിപനായ രാമനിൽ നിന്നും നാം ഒരു വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിൽ കൂടി, കാട്ടിലാണ്, ആകുലതയുടെ ഇടയിലാണെങ്കിൽ കൂടി, ആദ്യം ഈ ഒരു മനസ്സിനെ ശാന്തമാക്കുന്ന തരത്തിൽ അച്ഛനെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമുള്ള ചോദ്യത്തോടു കൂടിയിട്ടാണ് ഇവരുടെ സംഭാഷണം ആരംഭിക്കുന്നത്. തുടർന്ന് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് പുരോഹിതന്മാരെ പറ്റി ചോദിക്കുന്നു. ഇങ്ങനെ സംഭാഷണം ആരംഭിച്ചിട്ട് രാമൻ ഭരതനോട് എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിക്കേണ്ടത്, എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന ആശയം സൂചിപ്പിക്കാനവൻ എന്നവണ്ണം ആദ്യമായി പറയുന്നത്, കച്ചിത് ദേവാൻ പിതൃൻ ഭ്രാതൃൻ. ഞാൻ സംസ്കൃത പാഠം അതിൻ്റെ വായിക്കുന്നില്ല. ഭരതൻ പറയുന്നത് രാമൻ പറയുന്നത് പൂജാർഹന്മാരായ വ്യക്തികളെ, അതാരൊക്കെയാണ്? ദേവന്മാർ, പിതൃക്കൾ, ഭൃത്യജനങ്ങൾ, ഗുരുജനങ്ങൾ, പിതൃസ്ഥാനത്തുള്ളവർ, വൃദ്ധന്മാർ, വേദവിത്തുക്കൾ, ജ്ഞാനികളായിട്ടുള്ളവർ, ഇവരെയൊക്കെ നീ പൂജിക്കുന്നില്ലേ? അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമായി രാമൻ മനസ്സിലാക്കുന്നത്, ഒരു രാജ്യത്ത് ആരെ അംഗീകരിക്കണം, ആരെയൊക്കെയാണ് ആദരവോടുകൂടി അംഗീകരിക്കേണ്ടത് എന്നത് ആദ്യമായി തന്നെ പറയുകയാണ്. അതായത് ആ രാജ്യത്ത് തുടരുന്ന ഒരു ആരാധനാ പാരമ്പര്യം ഉണ്ടാകും. ഒരു നാട്ടിലാണെങ്കിൽ അവിടുത്തെ ഒരു നാട്ടുദേവതയുണ്ടാകും, ആ നാട്ടിലെ ചില ഉപാസനാ സമ്പ്രദായങ്ങൾ ഉണ്ടാകും, ദേവസ്ഥാനത്ത് കൽപ്പിച്ചിട്ടുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകും. അതിനെ ആ രാജ്യത്തിന്റെ ഭരണാധിപൻ ഗൗരവത്തോടു കൂടി തന്നെ ആദരിക്കണം എന്ന് കരുതിക്കൊണ്ട്, അല്ലയോ കുഞ്ഞേ, ഇത് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നതിൽ നിന്നും ഇത് നീ ചെയ്യേണ്ടതാണ്. അപ്പൊ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഒരാൾ, അവിടെ നിലനിന്നിരുന്ന ഒരു വംശപാരമ്പര്യമുണ്ട്, അവിടെ നിലനിന്നിരുന്ന ഒരു കുടുംബ പാരമ്പര്യമുണ്ട്, അവിടെ നിലനിന്നിരുന്ന ഒരു രാഷ്ട്ര പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തെ തച്ചുടച്ചുകൊണ്ടല്ല അവിടെ തൻ്റെ അധികാരം സ്ഥാപിക്കേണ്ടത്. അവിടുത്തെ അർഹരായ, പൂജിക്കേണ്ടവരായ, അംഗീകരിക്കേണ്ടവരായവരിലേക്ക് കൃത്യമായി
സംരക്ഷിക്കുന്നില്ലേ? അവിടെ അവരെ പൂജിക്കുന്നില്ലേ? വൃദ്ധന്മാർ, അത് ജ്ഞാനവൃദ്ധന്മാരാകാം, ആരോഗ്യം കൊണ്ട് ശരീരം കൊണ്ട് വാർദ്ധക്യം സംഭവിച്ചവരായവ, ഇവരെയൊക്കെ നീ സംരക്ഷിക്കുന്നില്ലേ? ഓരോരുത്തരുടെ പേരെടുത്തിട്ട് ധനുർവേദകുശലനായ അർത്ഥശാസ്ത്ര വിശാരദനായ സുധന്യമാവിനെ ആദരിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ 2 ഇടങ്ങളാണ്, ഒന്ന് ധനുർവേദവും ഒന്ന് അർത്ഥശാസ്ത്രവും. ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ആ രാജ്യത്തിന്റെ രാഷ്ട്ര സുരക്ഷയുടെയും അടിസ്ഥാന ചിന്തകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ നീ ആദരിക്കുന്നില്ലേ? അപ്പോൾ ഒരു രാഷ്ട്രമെന്ന രാമന്റെ ഭാവനയിൽ ഏറ്റവും അടിസ്ഥാനപരമായി അദ്ദേഹം കണക്കാക്കുന്നത് അവിടുത്തെ ധനുർവേദ വിശാരദന്മാരെയും അവിടുത്തെ അർത്ഥശാസ്ത്ര വിശാരദന്മാരെയും നീ ഗൗരവമായി പരിഗണിക്കുന്നില്ലേ എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകം അവിടുത്തെ പ്രതിരോധ വ്യവസ്ഥയാണ്, അവിടുത്തെ രാജ്യസുരക്ഷാ വ്യവസ്ഥയാണ്, അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എനിക്ക് കൗതുകം തോന്നിയ 1-2 കാര്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതിലൊന്നിങ്ങനെയാണ്, തനിക്കൊത്തവരും, ഇതിൽ ലീലാവതി ടീച്ചറുടെ പരിഭാഷയാണ്, തനിക്കൊത്തവരും ശൂരരും ശാസ്ത്രജ്ഞരും ജിതേന്ദ്രിയരും കുലീനരുമായ വ്യക്തികളെ നീ മന്ത്രിപദത്തിൽ നിയോഗിച്ചിട്ടില്ലേ? മന്ത്രി, അമാത്യം തുടങ്ങിയ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, അത് പ്രാചീന ഭാരതത്തിലായാലും ആധുനിക കാലത്തേക്ക് വന്നാലും രാജ്യത്തിന്റെ കീ പൊസിഷനിലിരിക്കുന്ന രാജ്യ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും കൃത്യമായ ഒരു അതിന്റെ മുന്നോട്ടുള്ള ഗതിയിൽ നിയന്ത്രിക്കുന്ന കൃത്യമായ ഇടങ്ങളിൽ ഇരിക്കുന്നവരെ രാമൻ കണക്കാക്കുന്നവർ തനിക്കൊത്തവരായിരിക്കണം. അതായത് രാജാവിനോളം തന്നെ രാജ്യകാര്യങ്ങളെ കുറിച്ച് ഗൗരവമായി അറിയുന്നവരായിരിക്കണം, ശൂരരായിരിക്കണം, ശാസ്ത്ര പാരമ്പര്യമുള്ളവരായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ ജിതേന്ദ്രിയരായിരിക്കണം എന്നതാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാജാവിനെ ഋഷിയുടെ ഉൾക്കരുത്തും രാജപ്രൗഢിയുമുള്ള രാജഋഷി എന്ന് വിശേഷിപ്പിച്ച ഭാരതത്തിന്റെ പാരമ്പര്യം. എന്തിനാണ് ഒരു ഭരണാധിപൻ ജിതേന്ദ്രിയനായിരിക്കുന്നത്? എന്തിനാണ് ഒരു ഭരണാധിപൻ സംയമിയായിരിക്കുന്നത്? എന്തിനാണ് രാജ്യത്തിന്റെ മുഖ്യമായ ഇടങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ ഇന്ദ്രിയ സംയമനം നേടിയവനായിരിക്കണം എന്ന രാമന്റെ സങ്കല്പം ഏതു തലത്തിലാണ് പ്രസക്തമാവുന്നത്? കൃത്യമായ ജിതേന്ദ്രിയത്വം ശീലിച്ച ഒരാൾക്ക് ഈ അധികാരം എന്ന് പറയുന്നത്, പവർ കൈയാളുന്ന ഏത് സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയാലും അത് മനുഷ്യനെ ഭ്രമിപ്പിക്കുന്നതാണ്. അത് അധികാരമായാലും പണമായാലും സമ്പത്തായാലും ഒക്കെ പവറിന്റെ കേന്ദ്രത്തിലേക്ക് നമ്മൾ അടുക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ഭ്രമിപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഭ്രമിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള ഒരു ഇടത്ത് നിൽക്കുന്ന ആൾ ഏറ്റവും ആത്യന്തികമായി, അതാണ് രാജഋഷി എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്, അയാൾ ജിതേന്ദ്രിയനായിരിക്കണം. അയാൾ ഇന്ദ്രിയങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരാവരുത്. വികാര വിക്ഷോഭങ്ങൾക്ക് അടിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നവനാവരുത്. അയാൾ സംയമനം ശീലിച്ചവരായിരിക്കണം. രഘുവംശ രാജാക്കന്മാരുടെ ചരിത്രം കാളിദാസൻ പറയുമ്പോൾ രഘുവംശ രാജാക്കന്മാരെ ജിതേന്ദ്രിയന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, രഘുവംശ രാജാക്കന്മാർ മിതഭാഷികളായിരുന്നു. ഏറ്റവും ശക്തമായ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരായിരുന്നു രഘുവംശ രാജാക്കന്മാർ. സത്യായ മിതഭാഷിണാം. എന്തുകൊണ്ടാണ് അവർ മിതഭാഷികളായത്? അസത്യത്തിന് 100 തൊങ്ങലും പൊടിപ്പുകളും ഉണ്ട്. അസത്യം നമ്മിലേക്ക് കടന്നു വരുന്നത് ആഘോഷപൂർവമായിരിക്കും. അസത്യം ചാരുവായ വാക്കുകൾ കൊണ്ടാണ് നമ്മളിലേക്ക് പലപ്പോഴും കടന്നു വരുന്നത്. പക്ഷേ സത്യം എന്ന് പറയുന്നത് ശാന്തമായി സംയമനത്തോടു കൂടിയിട്ട് ദാർഢ്യത്തോടു കൂടിയായിരിക്കും നമ്മളിലേക്ക് കടന്നു വരുന്നത്. സത്യത്തിന് ഒരൊറ്റ വാക്ക് മതി. അസത്യമാണ് പേജുകൾ പറഞ്ഞ് പറഞ്ഞ് പൊലിപ്പിക്കേണ്ടത്, അസത്യമാണ്. സത്യം ഒരൊറ്റ വാക്കിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് സത്യായ മിതഭാഷിണാം. അവർ സത്യവക്താക്കളായിരുന്നത് കൊണ്ട് രഘുവംശ രാജാക്കന്മാർ മിതഭാഷികളായിരുന്നു.
ഉപയോഗിച്ചുകൊണ്ടാണ് നീ ജിതേന്ദ്രിയന്മാരായ മന്ത്രിമാരെ നിന്റെ സമന്മാരായി നിയോഗിച്ചിട്ടില്ലേ? മന്ത്രാലോചനയാണ് രാജാക്കന്മാരുടെ വിജയത്തിന് ഏറ്റവും വലിയ ആധാരമായിട്ടുള്ളത്. ഇത് ശ്രീരാമൻ പറയുന്ന, ഇപ്പൊ നമ്മൾ ഇന്നിവിടെ വായിച്ച സേതുബന്ധം എന്ന ഭാഗത്തിലൂടെ കടന്നുപോയില്ലേ? ഇന്ന് വായിച്ച ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും മനോഹരമായി ചേച്ചി അത് വായിച്ചു. സേതുബന്ധം എന്നുള്ള ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ശ്രീരാമൻ, എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലാണ്, ശ്രീരാമൻ സാഗരത്തിന് മുന്നിൽ പോയി നിൽക്കുകയാണ്. അപ്പുറത്ത് സീതയുണ്ട് എന്ന അറിവുണ്ട്. ഈ സാഗരം കടന്ന് അപ്പുറത്തെത്തണം. എങ്ങനെ കടക്കും എന്നാണ് മുമ്പിൽ വന്നിട്ടുള്ള വലിയൊരു പ്രതിസന്ധി. അപ്പൊ രാമൻ ചെയ്തത് തൻ്റെ കപിവരന്മാരോടും സുഗ്രീവനോടും വിഭീഷണനോടും ലക്ഷ്മണനെയും ചേർത്ത് നിർത്തിക്കൊണ്ടത്, തൻ്റെ കൂടെ ഇപ്പൊ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രബലന്മാരായവരെ തന്നോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട്, രാമന് ലക്ഷ്മണനോട് സുഗ്രീവനോടുണ്ടായ സൗഹൃദം ഈ ഒരു തനിക്ക് സമൻ എന്ന സൗഹൃദം തന്നെയായിരുന്നു. രാമന് ഗുഹനോടുണ്ടായിരുന്ന സൗഹൃദം, ഒരു രാജ്യത്തിന്റെ അതിർത്തി രാജ്യമാണ്, അയോധ്യയുടെ അതിർത്തി രാജ്യമാണ് ശൃംഗിവേരപുരം. അതിർത്തി രാജാവിനോട് ഒരു നാട്ടിലെ രാജാവ് പാലിക്കേണ്ട സൗഹൃദത്തിന്റെ കൃത്യമായ രീതിയാണ് നമുക്ക് രാമനും ഗുഹനും തമ്മിലുള്ള ബന്ധം. ചേർത്ത് പിടിച്ചിട്ട് നീ എനിക്ക് ലക്ഷ്മണനോളം, നീ എനിക്ക് ഭരതനോളം പ്രിയപ്പെട്ടവനാണ് എന്ന് പറയുന്ന രാമനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ രാമന് ഗുഹനോടുണ്ടായിരുന്ന സൗഹൃദമൊക്കെ ഈ ഒരു സമന്മാരോടുണ്ടാകുന്ന സൗഹൃദം തന്നെയായിരുന്നു. അപ്പോഴല്ലേ സൗഹൃദം ഉണ്ടാവുന്നു. അപ്പൊ ഈ സേതുബന്ധനത്തിന്റെ സമയത്ത് രാമൻ കൃത്യമായി കാര്യാലോചന നടത്തുന്നത്, എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്കാൻ. നിങ്ങൾ എല്ലാവരും കൂടെ ചിന്തിച്ചിട്ട് പറയൂ, നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പൊ ഈ തന്നോടൊപ്പം താൻ നിയമിച്ചിട്ടുള്ള ഈ ക്വാളിറ്റീസ് ഒക്കെയുള്ള രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, രാജ്യത്തിന്റെ കീ പൊസിഷനിൽ നിയോഗിച്ചിട്ടുള്ള, അത് രാജ്യമായാലും കുടുംബമായാലും ഓഫീസായാലും നമ്മൾ ഇടപെടുന്ന സ്ഥാപനമായാലും, ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിയമിച്ചിട്ടുള്ളവരോട് കാര്യാലോചന നടത്താതെ, രാമൻ പലയിടത്തും പറയുന്നുണ്ട്, കാര്യാലോചന നടത്താതെ ഒരു കാര്യവും തീരുമാനിക്കരുത്. മന്ത്രാലോചനയാണ്, പരസ്പരമുള്ള ഡിസ്കഷനാണ്. നമ്മളിന്ന് ആധുനിക കാലത്തൊക്കെ ഈ പുതിയ മാനേജ്മെന്റ് സംവിധാനത്തിലൊക്കെ പറയുന്ന ഏറ്റവും വലിയ സക്സസ് ഫോർമുല എന്ന് പറഞ്ഞ് ഈ സക്സസ് മന്ത്രമൊക്കെ പറഞ്ഞു തരില്ലേ ശിവഖേറയുടെ. ഞാൻ കഴിഞ്ഞ മാസം ഈ സക്സസ് മന്ത്രം നമുക്ക് ഉപദേശിച്ചു തന്ന പുതിയ കാലത്തിന്റെ ഒരു സക്സസ് ഗുരു ആയിട്ടുള്ള ശിവഖേറയുടെ ഒരു ഫുൾ ഡേ സെഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പൊ അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് ഈ മോഡേൺ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ടീം വർക്കിനെ പറ്റിയാണ് അയാൾ സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം, ടീമിനുള്ളിലുള്ള സ്കില്ലുള്ളവര്, ടീമിനുള്ളിൽ പലതരത്തിലുള്ള സ്കില്ലുള്ളവരുണ്ടാകും. അവരെ തിരഞ്ഞു പിടിച്ച്, അവരെ കണ്ടുപിടിച്ച് അവർക്ക് കൃത്യമായ ജോലി ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. നോക്കൂ, സേതുബന്ധ സമയത്ത് നമ്മൾ കാണുന്നത് വരുണനോട് സമ്മതമൊക്കെ മേടിച്ചിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ തീരുമാനിച്ചു. അപ്പൊ രാമൻ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് നീലനെയാണ്. നീലൻ വിശ്വകർമാവിന്റെ പുത്രനാണ്. അയാൾ നിർമ്മാണ പ്രവൃത്തിയിൽ ഏറ്റവും മിടുക്കനാണ്. അതുകൊണ്ട് ഈ ചുമതല നീലനെ ഏൽപ്പിക്കാം. ഹനുമാനെ ഏൽപ്പിച്ച ദൗത്യം നോക്കൂ, നീലനെ ഏൽപ്പിച്ച ദൗത്യം നോക്കൂ. അപ്പൊ ഏതു കാര്യവും ചെയ്യുന്നതിന് ഏറ്റവും കുശലരായിട്ടുള്ളവരെ, ഇപ്പൊ ഏത് മീറ്റിങ്ങുകളും ഒരു കൃത്യമായ ഒരു ടീം പ്ലാനിങ്ങിന് പുതിയ കാലത്ത് അവർ പറയുന്നത്, കൃത്യമായി ഒരു ടീം പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ഏറ്റവും കീ പൊസിഷനിൽ ഇരിക്കുന്നവർ തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുത്ത് ഗ്രൂപ്പിനെ അറിയിക്കുക. അപ്പൊ രാമൻ ഇവിടെ പറയുന്നു, മന്ത്രോ വിജയമൂലം ഹി രാജ്ഞാം ഭവതി രാഘവ. ഇതൊരു ടീമിന്റെ ധ്യേയവാക്യമാക്കി നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. മന്ത്രാലോചനയാണ് രാജാവിന്റെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ആകുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഈ ഭാഗത്തൂടെ കടന്നു പോയപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കൗതുകങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ.
സൂചിപ്പിക്കുന്നുണ്ട്. ഒരു അധികാരസ്ഥാനത്തിരിക്കുന്ന, നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ സമയത്തെ, നമുക്കും അവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ സമയത്തെ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് ഇന്ന് പുതിയ കാലത്ത് അവതരിപ്പിക്കുന്ന ടെക് മന്ത്രങ്ങളിൽ അർത്ഥശാസ്ത്രത്തിലേക്ക് പോയാൽ, രാമായണത്തിലേക്ക് പോയാൽ നമുക്കതിൻ്റെ കൃത്യമായ ആദിമ പാഠങ്ങൾ ലഭിക്കും. എങ്ങനെയാണ് ഒരു രാജാവിൻ്റെ സമയത്തെ വിഭജിക്കേണ്ടത്, ഓരോരുത്തർക്കും കൃത്യമായത് കൊടുത്തുകൊണ്ട് രാജാവിൻ്റെ സമയത്തെ വിഭജിക്കണം. അപ്പം അതുകൊണ്ട് ഈ സമയവിഭജനത്തെക്കുറിച്ച് രാമൻ, നമ്മൾ പരീക്ഷ എഴുതുന്ന കുട്ടികളോടുകൂടെ പറയാറുണ്ട്, ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് നയിക്കുന്നത്. പുതിയ കാലത്തെ കുട്ടികൾ കുറച്ചുകൂടെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ടൈം മാനേജ്മെന്റിനെ കാണുന്നത്. സമയത്തെ അർഹമായതനുസരിച്ച് അതിൻ്റെ വിഭജനം കൃത്യമായി പോയാൽ നിനക്ക് വിജയത്തിലെത്താം. അപ്പോൾ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത് രാമനെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, ടീമുമായി കൂടിയാലോചിക്കുക, രണ്ട്, നിന്റെ സമയം കൃത്യമായി അർഹരായവർക്ക് കൃത്യമായി വിഭജിച്ചു നൽകുക എന്നതാണ്. മറ്റൊരു കൗതുകകരമായ കാര്യം, നീ ഒറ്റയ്ക്ക് മന്ത്രാലോചന നടത്താറില്ലല്ലോ, അതുപോലെ വളരെയേറെ പേരോട് കൂടിയും മന്ത്രാലോചന നടത്താറില്ലല്ലോ. നോക്കൂ, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാറില്ലല്ലോ, കുറെ പേരോട് കൂടി ചേർന്നിട്ടും തീരുമാനങ്ങൾ എടുക്കാറില്ലല്ലോ. ഇതൊരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സംവിധാനത്തിൻ്റെ ഒക്കെ കീ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത് എന്നുള്ളത് നമുക്കൊക്കെ പലപ്പോഴും അനുഭവമുള്ളതാണ്. പക്ഷേ പലരോട് കൂടി ചേർന്ന് തീരുമാനമെടുത്താൽ സംഭവിക്കാൻ പോകുന്നത് ആ കാര്യം അതിൻ്റെ കൃത്യമായ ഗുണപ്രാപ്തിയിൽ, ഫലപ്രാപ്തിയിൽ എത്തുകയില്ല എന്ന് തന്നെയാണ്. അതിന് 2 ഉദാഹരണങ്ങൾ രാമൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭരതനോട്. വലിയ നേട്ടമുള്ളതും ചെറിയ തുടക്കമുള്ളതുമായ സംരംഭങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ നടത്താറുണ്ടല്ലോ. ഇത് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിത്തറയാണ്. അതായത് വലിയ നേട്ടമുണ്ടാക്കുന്ന ചെറിയ തുടക്കം, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ചെറിയ തുടക്കത്തോടു കൂടിയ സംവിധാനങ്ങൾ, പക്ഷെ അത് വലിയ നേട്ടമുണ്ടാക്കി തരും എന്നുള്ളത് നീ കൃത്യമായി നിർവഹിക്കാറില്ലേ. ഒരു കൗതുകകരമായ കാര്യം ഇവിടെ നമുക്ക് നിരീക്ഷിക്കാവുന്നത്, രാമൻ ഭരതനോട് ചോദിക്കുകയാണ്, ചെയ്തു തീർത്തതിനു ശേഷമോ ചെയ്തു കഴിഞ്ഞതുപോലെയുള്ള അവസ്ഥയിലോ അല്ലാതെ ഭവാൻ കാര്യങ്ങൾ സാമന്ത രാജാക്കന്മാരോട് ചർച്ച ചെയ്യാറില്ലല്ലോ. അതായത് തൻ്റെ ഒരു പദ്ധതിയുടെ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്, ആ രാജ്യം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയുടെ ആവിഷ്കാരം എന്ന് പറയുന്നത്, ഒന്നുകിൽ അത് ചെയ്തു തീർത്തതിനു ശേഷമേ അത് സംഭവിക്കാവൂ, അതല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞതുപോലെയുള്ള അവസ്ഥ, അതായത് എബൌട്ട് ടു ഫിനിഷ്, ഇപ്പൊ തീരും എന്ന അവസ്ഥയിൽ മാത്രമേ ഒരു രാജാവ് അതിൻ്റെ പ്രഖ്യാപനം അടുത്ത അയൽരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനത്തോട്, സാമന്ത രാജാക്കന്മാരോട്, ഇവിടെ ഒരു പദ്ധതിക്ക് കല്ലിടുന്നതിന് മുൻപേ തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് വലിയ വായിൽ ലോകത്തോട് മുഴുവൻ സംസാരിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു സംവിധാനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ സമൂഹത്തോട് വിളിച്ചു പറയാൻ പാടുള്ളൂ എന്ന രാമന്റെ വിജയമന്ത്രം, അത് ഒരു രാഷ്ട്രത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ പരിണമിക്കുമോ എന്ന് നമുക്ക് തീർച്ചയായും ആലോചിക്കാവുന്നതാണ്. നീയോ നിന്റെ സജീവന്മാരോ ആലോചിച്ചു വെച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് യുക്തി കൊണ്ടോ അഭ്യൂഹങ്ങൾ കൊണ്ടോ പരസ്യമാവാറില്ലല്ലോ. അതായത് നിങ്ങളുടെ തീരുമാനം നിങ്ങളുടേതായ തീരുമാനമായിരിക്കണം. നിങ്ങളുടെ തീരുമാനം സമൂഹത്തിന് പല രീതിയിൽ ലീക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, ഭരണ സംവിധാനത്തിനിടയിലേക്ക് ബാഹ്യമായ
രഹസ്യങ്ങൾ പങ്കുവെക്കരുത്. അപ്പോ മന്ധരയുടെ ഇടപെടൽ ഭരണകൂട ബാഹ്യശക്തികൾ അന്തഃപുരത്തിൽ ചെലുത്തിയ വലിയ സ്വാധീനത്തിന് നമുക്ക് ദൃഷ്ടാന്തമായി കണക്കാക്കാൻ സാധിക്കും. ഇങ്ങനെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ ഓരോരുത്തരെയും കൃത്യമായി രേഖപ്പെടുത്തി അവരൊക്കെ എങ്ങനെയാണ് ഒരു രാജ്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കേണ്ടത് ചെയ്തു തീർത്തതിന് ശേഷം മാത്രമേ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ലോകമറിയാവൂ. ആ രാജ്യം അടുത്ത വർഷങ്ങളിൽ വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾ ചെയ്ത് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മാത്രമേ സമൂഹത്തിൽ മറ്റുള്ളവരെ അറിയിക്കാവൂ എന്ന രാമന്റെ തന്ത്രമാണ് നാം ഇവിടെ രാമന്റെ രാജ്യപരിപാലനത്തിന്റെ ഭാഗമായി തിരിച്ചറിയേണ്ടത്. ഇനി മന്ത്രിമാർ ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. മന്ത്രിമാരെ കുറിച്ച് രാമനുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, രാജ്യത്തിന്റെ കീ പൊസിഷൻസ് കൈകാര്യം ചെയ്യുന്നവരെ കൃത്യമായി ജിതേന്ദ്രിയൻ എന്നൊക്കെ സൂചിപ്പിച്ചത്. നിന്റെ കൂടെ നിൽക്കുന്നവരിൽ മുഖ്യന്മാർ, മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന മുഖ്യന്മാർ, മധ്യമന്മാർ, സാമാന്യമായ കാര്യങ്ങൾ നിനക്ക് ചെയ്യുന്ന സാമാന്യന്മാരായവരെയും നിന്റെ കൂട്ടത്തിൽ നിയോഗിച്ചിട്ടില്ലേ? ഇതൊരു ലീഡറുടെ വലിയൊരു വിജയമന്ത്രമാണ്. ഒരു ഗ്രൂപ്പിൽ എല്ലാവരും സ്ട്രാറ്റജിസ്റ്റുകളായാൽ, ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ബുദ്ധി മാത്രം പ്രയോഗിക്കാൻ കഴിയുന്നവരായാൽ ആ സംഘം ഒരിക്കലും മുന്നോട്ട് പോകില്ല. അപ്പൊ രാമൻ പറയുന്നത്, നിന്റെ കൂട്ടത്തിൽ, നിന്റെ സംഘത്തിൽ, നിന്റെ ടീമിൽ കാര്യകുശലതയുള്ള കർമ്മശേഷിയുള്ളവരുണ്ടാകണം. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടാകണം. അത് പ്രാവർത്തികമാക്കാൻ കഴിവുള്ള കർമ്മശേഷിയുള്ളവരുണ്ടാവണം. അപ്പോ പ്രവർത്തിക്കുന്നവരുണ്ടാകണം, പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരുണ്ടാകണം, പ്രവൃത്തിക്ക് ആവശ്യമായ ബുദ്ധിയെ അവർക്കൊരു പക്ഷെ ചിലപ്പോൾ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചോളണമെന്നില്ല. അവർ ആശയങ്ങൾ കൊടുക്കുന്നവരായിരിക്കും. അപ്പൊ സമൂഹത്തിൽ ആശയങ്ങൾ കൊടുക്കുന്നവർ, സമൂഹത്തിൽ അത് രാജസ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിവുള്ളവർ, സമൂഹത്തിൽ കർമ്മശേഷിയുള്ളവർ, ഈ മൂന്ന് വിഭാഗങ്ങളുടെയും സംലയമാണ് വാസ്തവത്തിൽ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഭാരതത്തിന്റെ കൃത്യമായ ബുദ്ധി കേന്ദ്രങ്ങൾ, സാത്വിക സ്വഭാവത്തോടുകൂടിയ ബുദ്ധി കേന്ദ്രങ്ങൾ, രാജസ സ്വഭാവത്തോടുകൂടിയ കർമ്മത്തിന് നേതൃത്വം നൽകുന്നവർ, താമസ സ്വഭാവത്തോടുകൂടിയ നിരന്തരമായി ഒരു ഉത്തേജിതരായെന്നതുപോലെ കർമ്മം ചെയ്യാൻ കഴിവുള്ളവർ എന്ന സത്വ രജ തമോ ഗുണങ്ങളുടെ മിശ്രണമായ ഒരു വർണ്ണസങ്കല്പം ഭാരതത്തിൽ നിലനിന്നത് എല്ലാവരുടെയും കഴിവിനെ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് കൃത്യമായി വിനിയോഗിക്കപ്പെടണം എന്ന കൃത്യമായ തീരുമാനത്തിൽ തന്നെയാണ് അവന്റെ ഗുണമനുസരിച്ച് അവന്റെ പ്രവൃത്തികളെ തീരുമാനിക്കപ്പെട്ടിരുന്നത്. ഒരാളുടെയും കർമ്മശേഷി രാജ്യത്തിന് അനുകൂലമാവാതെ പോകരുത്. ഈ രാജ്യത്തിന്റെ ആധുനിക കാലത്ത് പറഞ്ഞാൽ ഓരോ പൗരന്റെയും കർമ്മശേഷി രാജ്യമെന്ന വലിയ സംവിധാനത്തിന് മുതൽക്കൂട്ടാവേണ്ട കർമ്മശേഷിയാണ് ഈ രാജ്യത്ത് ഓരോ പൗരന്മാരിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഈ കർമ്മശേഷിയെ വിനിയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭരണാധിപന്റെ പരാജയമാണ്. വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ സ്വധർമ്മം ചെയ്തുകൊണ്ട് ഒരു നാട്ടിൽ ജീവിക്കാനാകുന്നില്ല എന്ന് വന്നാൽ, ഒരാൾക്ക് അയാളുടെ സ്വധർമാനുഷ്ഠാനം നടക്കുന്നില്ല എന്ന് വന്നാൽ, അതൊരു രാജ്യഭരണ സംവിധാനത്തിന്റെ പോരായ്മ തന്നെയാണ്. ഈ സംവിധാനത്തിൽ പൗരനും പ്രജ എന്ന് പറയുന്ന അവിടുത്തെ ഓരോ വ്യക്തിക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം അവന്റെ സ്വധർമ്മം തീരുമാനിക്കേണ്ടത് അവനാണ്. എന്റെ സ്വധർമ്മം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് സംവിധാനമല്ല, രാജാവല്ല എന്റെ സ്വധർമ്മം തീരുമാനിക്കേണ്ടത്. എനിക്ക് എന്തിലാണോ കർമ്മകുശലതയുള്ളത്, എനിക്ക് എന്തിലാണോ സ്കില്ലുള്ളത്, എനിക്ക് എന്തിലാണോ പ്രവൃത്തി നൈപുണ്യമുള്ളത്, എന്റെ നൈപുണികളൊന്നും പാഴായി പോകരുത്
വർണ്ണവ്യവസ്ഥയെ ഈ രീതിയിൽ അതിന് ഒന്നിന് പരസ്പര പൂരകമായി മറ്റൊന്ന് എന്ന രീതിയിൽ വിഭജിച്ചുകൊണ്ട് എല്ലാവർക്കും അവന്റെ സ്വധർമ്മം, അതാണൊരു സംതൃപ്തമായ രാഷ്ട്രം. രാഷ്ട്രത്തിന്റെ സംതൃപ്തി പ്രജകളുടെ സംതൃപ്തിയാണ്. എല്ലാവരും അവനവന്റെ സ്വധർമ്മം ചെയ്ത് ആനന്ദത്തോടെ ജീവിക്കുന്നു. എനിക്ക് ചെയ്യാനുള്ള കർമ്മം ചെയ്ത് ഞാൻ സ്വസ്ഥമായി ജീവിക്കുന്നു, ഞാൻ രാഷ്ട്രത്തിന് ചെയ്യാനുള്ള കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അപ്പോ ഒരു രാഷ്ട്രം വളർന്നു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഭരത സംവാദത്തിലുള്ള അടിസ്ഥാനപരമായ വസ്തുത, രാമൻ രാജ്യത്തിലെ ഓരോ വിഭാഗങ്ങളെയും പ്രത്യേകമായി ചൂണ്ടിക്കാട്ടി ഇവരുടെ ഒക്കെ ക്ഷേമം നീ ഉറപ്പാക്കുന്നില്ലേ എന്നുള്ള ഭരതനോട് ചോദിക്കുന്നതിൽ നിന്നും സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഒരു ഭരണാധിപന്റെ കണ്ണെത്തുമ്പോൾ മാത്രമേ ഇത് യുധിഷ്ഠിരനും ഭരണാധിപന്മാരോടുള്ള സംവാദത്തിൽ പലപ്പോഴും ഭാരതത്തിന്റെ ഇതിഹാസ പുരാണങ്ങളിൽ ഈ സമ്പ്രദായം ഉപയോഗിക്കാറുണ്ട്. മൈത്രേയനും നാരദനും യുധിഷ്ഠിരനും തമ്മിലുള്ള സംവാദത്തിൽ ഭാരതത്തിലും വളരെ ശക്തമായി ഭാഗവതത്തിലും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. യുധിഷ്ഠിരനോട് നാരദൻ പറയുന്നത് അന്നാദ്യാദേ സംവിഭാഗഃ ഭൂതേഭ്യശ്ച യഥാർഹത തേഷു ആത്മദേവതാ ബുദ്ധി. അല്ലയോ യുധിഷ്ഠിര, നീ നിന്റെ നാട്ടിലെ അന്നം തുടങ്ങിയ സമൂഹത്തിന് ഉപയോഗിക്കേണ്ട എല്ലാ വെൽത്തുകളും, സമൂഹത്തിന് കൊടുക്കേണ്ട എല്ലാ വസ്തുക്കളും അന്നാദ്യാദേ സംവിഭാഗഃ ഭൂതേഭ്യശ്ച യഥാർഹത. ആ നാട്ടിലെ ഉറുമ്പിന് കൊടുക്കാനുള്ളത് ഉറുമ്പിന് കിട്ടിയിരിക്കണം. രാമനോടൊരു നായ്ക്കുട്ടി പരാതി പറഞ്ഞ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാഭാരതം ആരംഭിക്കുന്നത് തന്നെ സരമയുടെ പരാതിയോട് കൂടിയിട്ടാണ്. രാമായണത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഭരതൻ രാജ്യത്തിന്റെ ഓരോ ഘടകങ്ങളെയും സുരക്ഷിതമാക്കണമെന്ന് പറഞ്ഞപ്പോ ഒരിടത്ത് രാമൻ പറയുന്നത്, രാജ്യത്തെ വൃക്ഷങ്ങളുടെ സുരക്ഷ നീ ഉറപ്പാക്കണം. കാരണം മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവുണ്ട്, അവന് നിന്നോട് വന്ന് പറയാം. പക്ഷേ നിന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വൃക്ഷങ്ങൾ, അവർ സുരക്ഷിതരാണോ, അവർക്ക് അർഹമായത് ലഭിക്കുന്നുണ്ടോ, അവർ പരിരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഒരു ഭരണാധിപൻ ഉറപ്പാക്കേണ്ടതാണ്. അപ്പോ സരമയുടെ പരാതിയെപ്പോലും, ഒരു നായ്ക്കുട്ടിയുടെ പരാതിയെപ്പോലും ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് എന്ന വിശാലമായ വ്യവസ്ഥയാണ് നാം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്ര ജീവിത ദർശനം. അപ്പോ അന്നാദികളെ ഭൂതങ്ങൾക്ക് അവർ അർഹിക്കുന്ന രീതിയിൽ അവർക്ക് എന്താണോ വേണ്ടത്, ഇതൊരു വലിയ സാമൂഹ്യ നീതി വ്യവസ്ഥയാണ്. ഇത് ഭാരതം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ സാമൂഹ്യ വിഭജന വ്യവസ്ഥയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അന്നാദികളെ കൃത്യമായി വിഭജനം ചെയ്ത് നീ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നില്ലേ. പക്ഷെ ഇത് ഭാരതമായതുകൊണ്ട് മറ്റൊന്നുകൂടി പറഞ്ഞു, തേഷു ആത്മദേവതാ ബുദ്ധി. നിന്റെ നാട്ടിലെ പ്രജകളോട് ആത്മദേവത, അവനവന് എന്നതുപോലെ തൻ്റെ തന്നെ ഭാഗമായി ഈ മുമ്പിലിരിക്കുന്ന തൻ്റെ രാഷ്ട്രത്തിലെ പ്രജകളെ നീ കണക്കാക്കുന്നില്ലേ. ഒരിക്കലും ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ നിയമം മൂലമല്ല ഒരു രാഷ്ട്രത്തിലെ പൗരന്മാരെല്ലാവരും തുല്യരാണ് എന്ന ഒരു അവസ്ഥ കൊണ്ടുവരുന്നത്.
സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ളവരോടും ആത്മദേവതാ ബുദ്ധിയോട് കൂടിയിട്ട് പെരുമാറാൻ ഒരു രാജാവിനു കഴിഞ്ഞാൽ നിസ്സംഗനായി സമൂഹ പ്രശ്നത്തിൽ ഇടപെടുകയും നിർമ്മമനായി രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും തൻ്റെതായ ആവശ്യം കഴിഞ്ഞാൽ, രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ചക്ക പൊളിക്കാൻ നേരത്ത് നാട്ടുമ്പുറത്തുകാർ അമ്മമാര് കയ്യില് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ചക്കപ്പശ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടും എന്ന് പറയും. ഇതിനെ ഭഗവത്ഗീതാകാരൻ പറഞ്ഞത് പത്മപത്രമിവാംഭസ എന്നായിരുന്നു. താമരയിലയിലെ വെള്ളം പോലെ ഈ ലോക ജീവിതത്തിൽ ഇടപെടുമ്പോഴും, ഈ ലോക ജീവിതത്തിന്റെ എല്ലായിടത്തും, രാഷ്ട്ര ജീവിതത്തിന്റെ എല്ലായിടത്തും ഒരു ഭരണാധിപൻ ഇടപെടുമ്പോഴും താൻ അതിൽ നിന്നെല്ലാം നിസ്സംഗനായി മാറി നിന്നുകൊണ്ട് രാഷ്ട്രഭരണത്തെ സാക്ഷിയോടുകൂടി നോക്കിക്കാണുന്ന അവസ്ഥയിലേക്ക് അവിടെ നിന്നും ഇറങ്ങി നടന്നാൽ, അതുകൊണ്ട് തന്നെയാണ് രാമന് രാജ്യം ലഭിച്ചപ്പോഴും ഒരേ മാനസികാവസ്ഥയായിരുന്നു, രാജ്യം തിരിച്ചെടുത്തപ്പോഴും ഒരേ മാനസികാവസ്ഥയായിരുന്നു. മറ്റൊന്ന്, ഏറ്റവും അവസാനം ഇതിൻ്റെ ഈ സംഭവങ്ങളുടെയൊക്കെ ഏറ്റവും അവസാനം ഈ ലങ്കയിൽ നിന്നും രാമൻ തിരിച്ച് സീതയെ വീണ്ടെടുത്തുകൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മുന്നേ ഹനുമാനെ അയക്കുന്നുണ്ട്. ഹനുമാനോട് പറയുന്നു, നീ കൊട്ടാരത്തിൽ ചെന്നിട്ട് നന്ദിഗ്രാമത്തിൽ ഭരതനുണ്ടാകും, ഭരതന്റെ അടുത്ത് ചെന്നിട്ട് ഗുഹനെയും കൂട്ടി പോകൂ എന്നാ പറയുന്നു. ഭരതന്റെ അടുത്ത് ചെന്നിട്ട് ഭരതന്റെ മുഖഭാവം, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കും. രാമൻ രാവണനെ കൊന്നു, സീതാദേവിയുമായി അവിടെ നിന്ന് പോരുകയാണ്, വിഭീഷണനെ രംഗാധിപനായി അഭിഷേകം ചെയ്തു, ഇതൊക്കെ പറഞ്ഞു കേൾപ്പിക്കൂ. ഈ പറയുന്ന സമയത്ത് ഭരതന്റെ മുഖഭാവം നീ നന്നായി ശ്രദ്ധിക്കൂ. കൃത്യമായി ഭരതന്റെ മുഖത്തെ ഏതെങ്കിലും ഒരു കോണിൽ രാജ്യം തിരിച്ചു കൊടുക്കണമല്ലോ, ഇത് അധികാരമാണ്, ഇത് അധികാരമാണ്, ഇത് പദവിയാണ്, ഇത് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യമായ മനസ്സുള്ളവർക്കത് സാധിക്കില്ല. അവിടെയാണ് ഭാരതത്തിന്റെ രാഷ്ട്രസങ്കല്പം സ്ഥിതപ്രജ്ഞന്റെ രാഷ്ട്രസങ്കല്പമാകുന്നത്. ഭരണകാര്യങ്ങളിൽ യാതൊരു മടിയുമില്ലാതെ നിർവഹിക്കുകയും, എന്നാൽ അത് താൻ അതിൻ്റെ കാവൽക്കാരൻ മാത്രമാണ്, രാഷ്ട്രമെന്ന സംവിധാനത്തിന്റെ കേവലം കാവൽക്കാരൻ മാത്രമാണ് താൻ. ഇതാണ് രാമപാദുകം പ്രതിദാനം ചെയ്തത്. ഭരതൻ സൂക്ഷിച്ചു വെച്ച നന്ദിഗ്രാമത്തിൽ രാമപാദുകം വെച്ചുകൊണ്ട് ഭരതൻ 14 വർഷം നാടുവാണു എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ അർത്ഥതലം, നമ്മൾ ഓരോരുത്തരും ഈ രാജ്യം നമ്മൾ സമ്പാദിച്ചതല്ല, ഈ വീട് നമ്മൾ സമ്പാദിച്ചതൊന്നുമല്ല, എൻ്റെ പണം കൊണ്ട് ഞാൻ ലോൺ എടുത്ത് വാങ്ങിയ വീടാണെങ്കിലും ഇതൊക്കെ ഏതൊക്കെയോ കാലങ്ങളിൽ കുറച്ചു കാലം, ഓഷോ എപ്പോഴും പറയായിരുന്നില്ലേ, ഓഷോ ഈ ഭൂമിയിലേക്ക് വന്നത് കുറച്ചു കാലത്തെ ഒരു അതിഥിയായിട്ടാണ്, വിരുന്നുകാരനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോ സ്വന്തം ഇടത്തിൽ, അത് വീട്ടിലായാലും, അത് സമൂഹത്തിലായാലും, അത് രാഷ്ട്രത്തിലായാലും, അത് തൊഴിൽ സ്ഥാപനത്തിലായാലും, ആ ഇരിക്കുന്ന ഇടം കുറച്ചു കാലത്തേക്ക് നമ്മൾ കൈയാളിയിരിക്കുന്നു, നമ്മൾ അതിൽ ഇടപെട്ടിരിക്കുന്നു, നമ്മളുടെ കയ്യൊപ്പം അവിടെ ചാർത്തിയിരിക്കുന്നു, നാളെ അവിടെ മറ്റാരോ വന്നു ചേരേണ്ടതാണ്. അപ്പൊ രാമപാദുകം ഭാരതത്തിന്റെ എക്കാലത്തെയും പ്രസക്തമായ ആശയമായി മാറിയത്, ഭാരതത്തിന്റെ എക്കാലത്തെയും പ്രസക്തമായ സംവിധാനമായി മാറിയത്, രാമപാദുകം എന്ന് പറയുന്നത് അയോധ്യയുടെ കോസലത്തിന്റെ സനാതനമായ പൈതൃകമാണ്. രഘുവംശ രാജാക്കന്മാർ തുടർന്നു വന്ന പൈതൃകമാണ്. ഇതിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹനുമാനോട് രാമൻ പറഞ്ഞു, ഭരതന്റെ മുഖത്ത് ഒരല്പമെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, ഭരതൻ രാജ്യം തുടർന്ന് ഭരിച്ചോട്ടെ, ഏറ്റവും നന്നായി ഭരതൻ രാജ്യം തുടർന്ന് ഭരിച്ചോട്ടെ, ഞാൻ രാമൻ ഉണ്ടാകില്ല അവിടെ. അപ്പോ ഇത്രയും കൃത്യമായി ഒരു ഭരണാധിപന്റെ നിർമ്മമത്വം, ഇടപെടേണ്ടിടത്ത് മുഴുവൻ ഇടപെടുകയും, എന്നാൽ തൻ്റെ കൃത്യമായ ഒരു മാറി, അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള കഴിവും രാമനിൽ നിന്ന് മനസ്സിലാക്കണം. ഒന്ന് രണ്ട് രസകരമായ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു
മനസ്സിലാക്കിയത് ഓരോ വ്യക്തിക്കും അവന്റെ സ്വധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഒരു നാട്ടിൽ അവിടുത്തെ ഭരണാധിപൻ അവസരമുണ്ടാക്കി കൊടുത്താൽ അത് ആ വ്യക്തികളുടെ ആനന്ദമാണ്. വ്യക്തി സ്വധർമ്മം ചെയ്യുമ്പോഴാണ് ഏറ്റവും ആനന്ദവാനായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗീതാകാരൻ പരധർമ്മോ ഭയാവഹ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും ഒരു കുടുംബത്തിൽ ജോലി ചെയ്യുന്ന പലപ്പോഴും അമ്മമാരൊക്കെ നമ്മളോട്, സ്ത്രീകൾ ഒക്കെ നമ്മളോട് വന്ന് പരാതി പറയാറുള്ളത്, നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവോടുകൂടി മിടുക്കിയായിട്ട് പഠിച്ചിരുന്നു, പക്ഷേ പലപ്പോഴും കുടുംബത്തിന്റെ ഒരു ഉള്ളിൽപ്പെട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും തോന്നാറുള്ളത് ഒരു വ്യക്തി ഏറ്റവും ആനന്ദകരമായിരിക്കുന്നത് അയാളുടെ സ്വധർമ്മം തിരിച്ചറിയുന്നത് അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യുമ്പോഴാണോ അയാൾ ഏറ്റവും ആനന്ദത്തോടെ ഇരിക്കുന്നത് അതായിരിക്കും നമ്മുടെ സ്വധർമ്മം. അപ്പൊ പ്രജകളോട് രാമന് പറയാനുള്ളത്, ഭരതനോട് പറഞ്ഞു കൊടുത്തത്, എല്ലാ വ്യക്തികൾക്കും അവരവരുടെ സ്വധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നില്ലേ? ഇനി വളരെ കൃത്യമായി അർത്ഥശാസ്ത്രത്തിലൊക്കെ നാം കൗടില്യൻ വിഭജിച്ചിട്ടുള്ള ഓരോ രാഷ്ട്രത്തിന്റെ വിഭാഗങ്ങളെ, അത് ജാനപദൻ, വിദ്വാൻമാർ, പ്രതിഭാനവാന്മാർ, ഇവരൊക്കെ നിർദ്ദേശിച്ച് ഇവരെയൊക്കെ കൃത്യമായി രാജ്യത്ത് തീരുമാനിച്ച് ഇവരെയൊക്കെ കൃത്യമായി മന്ത്രിമാരെയും വളരെ കൃത്യമായി ഒരു 10, 16, 17 പേരെ കൃത്യമായി പറയുന്നുണ്ട്. വളരെ കൗതുകമാണത്. രാജ്യത്തിന്റെ മുഖ്യമന്ത്രി, രാജ്യത്തിന്റെ പുരോഹിതൻ, രാജ്യത്തിന്റെ യുവരാജാവ്, സൈന്യാധിപൻ, കാരാഗ്രഹത്തിന്റെ അധ്യക്ഷൻ. നോക്കൂ, രാമന്റെ ഭരണ സംവിധാനത്തിൽ ഈ ഒരു എത്ര വിഭജനങ്ങൾ ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിന്റെ അധ്യക്ഷൻ, അന്തഃപുരത്തിന്റെ അധ്യക്ഷൻ, മുഖ്യനായ ദ്വാരപാലകൻ, ധനകാര്യ അധ്യക്ഷൻ, ധനവകുപ്പിന്റെ ട്രഷറിയുടെ കാര്യം നോക്കുന്ന ആൾ, വിളംബരം ചെയ്യുന്ന രാജ്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറയുന്നത് പോലെ രാജ്യത്തിലെ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്ന ആൾ, പുരാധ്യക്ഷൻ, ധർമാസനാധ്യക്ഷൻ, ഇങ്ങനെ ഒരു 20 പേരെ പറഞ്ഞിട്ട്, ദണ്ഡനാധികാരി, അതിർത്തി കാവൽക്കാരൻ, ജലം, ഗിരി, ദുർഗങ്ങൾ. ട്രഷറി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ പർവ്വതങ്ങൾ, അവിടുത്തെ ജലസംവിധാനങ്ങൾ, അവിടുത്തെ വാട്ടർ റിസോഴ്സുകൾ, ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ജീവധനത്തിന്റെ ഉടമയായിട്ടുള്ള, രാജ്യത്തെ പശുക്കൾ, രാജ്യത്തെ ആനകൾ, രാജ്യത്തെ കുതിരകളുടെ ഒക്കെ ഉത്തരവാദിത്തമുള്ള ആൾ, ഇവരെയൊക്കെ സൂചിപ്പിച്ചിട്ട് രാമൻ പറയുകയാണ്, ഇവരിൽ എല്ലാവരുടെ ഇടയിലും കൃത്യമായി ചാരപ്രവർത്തികൾ നടത്തിക്കൊണ്ട് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് നീ നിരീക്ഷിക്കുന്നില്ലേ? ഇതൊരു ജാഗ്രതയുള്ള ഒരു ഭരണാധിപന്റെ ലക്ഷണമാണ്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും കൃത്യമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഉണർന്നിരിക്കുക എന്നത്, നീതിയോടെ ഉണർന്നിരിക്കുക എന്നത് ഭാരതത്തിന്റെ ഈ ഭരണാധിപ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് വളരെ രസകരമായിട്ടുള്ള ഈ ഒരു ആശയത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയിലൂടെ നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഉത്താനപാദന്റെ കഥ, അല്ലെ? ഉത്താനപാദന് പണ്ട് നമുക്ക് പറഞ്ഞു തന്നു കുട്ടിയായിരിക്കുമ്പോൾ. നാരായണിയൊക്കെ വായിക്കുന്നവർക്കറിയാം, ഉത്താനപാദ നൃപതർ മനുനന്ദനസ്യ ജായാബഭൂവ സുരുചിർ നിതരാമഭീഷ്ട. അല്ലെ? ഇത് ഭാരതത്തിന്റെ രാഷ്ട്രഭരണത്തെ കുറിക്കുന്ന ഒരു കഥയാണ്. ഉത്താനപാദൻ ഒരു രാജാവിന്റെ കഥയോ, നമ്മൾ ധ്രുവന്റെ കഥയായിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്, അല്ലെ? ധ്രുവ നക്ഷത്രമായി എന്നൊക്കെ പറഞ്ഞ് മുകളിൽ കാണിച്ചു കൊടുക്കും. പക്ഷെ ഇതൊരു രാജ്യഭരണത്തിന്റെ കഥയാണ്. രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഒന്ന് സുരുചിയും ഒന്ന് സുനീതിയും. ഒരു രാജാവിന് 2 രീതിയിലാണ് ഭരണത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരിക. ഒന്ന്, നീ
സുരുചിയുടെ പുത്രനെയാണ്. അപ്പൊ സുരുചിക്കനുസരിച്ച് ഭരണം നടക്കുന്ന ഒരു രാജ്യ സംവിധാനത്തിൽ സ്വാഭാവികമായും നഷ്ടപ്പെടുന്നത് നീതിയായിരിക്കും, നീതി വ്യവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ രാജ്യഭരണം എന്ന് പറയുന്ന രാമരാജ്യ സങ്കല്പത്തിൽ ഈ അടിസ്ഥാന ഘടകങ്ങളെ ഇതിൽ നിന്നും രാമന്റെ ഒരു രാജ്യത്തിന്റെ ഏതൊക്കെ കീ പൊസിഷനിൽ ആരൊക്കെ നിയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ജലസേചന ജലവകുപ്പ് ഒരാളെ തീരുമാനിച്ചിരുന്നു, ധനകാര്യം ഒരാളെ ഏൽപ്പിച്ചിരുന്നു, ജലം ഗിരി ദുർഗങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. ഇവരെയൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി സംവിധാനങ്ങൾ, ചാര സംവിധാനങ്ങളെയും ഏർപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അയോധ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, അയോധ്യ എന്ന് പറയുന്ന യുദ്ധമില്ലാത്ത, അതൊരു സങ്കല്പമായിരിക്കാം ഒരു പക്ഷെ, യുദ്ധമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. മറ്റൊന്ന്, ഞാൻ ഇതിലൊരു നീതി വ്യവസ്ഥ എങ്ങനെയാണ് സമൂഹത്തിലെ നാം നേരത്തെ പറഞ്ഞ ശ്രേണീകൃതമല്ലാത്ത വർണ്ണവിഭജനത്തിൽ ബ്രാഹ്മണരോടും ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും ഏതൊക്കെ കർമ്മമാണ് ചെയ്യേണ്ടത് അതൊക്കെയാണ് ഞാൻ സ്വധർമ്മം എന്നതിൽ ചുരുക്കി പറഞ്ഞത്. മറ്റൊന്ന്, സ്ത്രീകളോടുള്ള ഭരണാധിപന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അതുകൂടി സൂചിപ്പിച്ചാൽ നമുക്കിതിൻ്റെ ഒരു സാമാന്യ രൂപം കിട്ടുമെന്ന് തോന്നുന്നു. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ വാസ്തവത്തിൽ തിരിച്ചറിയപ്പെടുന്നത് ആ രാജ്യത്തെ സ്ത്രീ സുരക്ഷയിലൂടെ തന്നെയാണ്. രാമൻ പലയിടങ്ങളിൽ ഭരതനുള്ള ഉപദേശത്തിൽ സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയെ നിർവഹിക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടുന്ന സാന്ത്വനം, സ്ത്രീകൾക്ക് വേണ്ടുന്ന സുരക്ഷിതത്വബോധം ഇത് നീ നന്നായി കൊടുക്കുന്നുണ്ടല്ലോ. സ്ത്രീയുടെ സുരക്ഷയെ നമ്മൾ രാമന്റെ രാജ്യസങ്കല്പത്തെ പറ്റി പറയുമ്പോൾ വളരെ കൃത്യമായി പറയുന്ന, വളരെ കൗതുകത്തോടു കൂടെ പറയുന്ന ഒരു കാര്യം, സ്ത്രീ സുരക്ഷ വളരെ ശക്തമായിരുന്നു എന്നൊക്കെയാണ് സൂചനകളിലൂടെ പറയുന്നത്. ഈ സൂചന വളരെ വ്യക്തമായ സൂചനയാണ്. സ്ത്രീകൾക്ക് വേണ്ട കൃത്യമായ സംരക്ഷണം ഉറപ്പാക്കാൻ ഒരു ഭരണാധിപൻ ഉത്തരവാദിത്തപ്പെട്ടയാളാണ്. അഹല്യമാർക്ക് മോക്ഷം നൽകിയ സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. അഹല്യ, ലീലാവതി ടീച്ചറുടെ വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമുണ്ട് അഹല്യയെ കുറിച്ച്. അവർ സൂചിപ്പിക്കുന്നത് അഹല്യ എന്ന് പറഞ്ഞാൽ കലപ്പ ചെന്നെത്താത്ത മണ്ണാണ് അഹല്യ. അതായത് കിളച്ച് സംസ്കരിച്ച് വൃത്തിയാക്കാത്ത സ്ഥലിയാണ്, സ്ഥലമല്ലത്, അത് സ്ഥലിയാണ്. കിളച്ച് സംസ്കരിച്ച് വൃത്തിയാക്കാത്ത, അതായത് ജീവന്റെ പുതിയ തുടിപ്പുകൾ വരാത്ത ഇടമാണ് അഹല്യ എന്ന പദം. അതൊക്കെ ആയിരിക്കാം ഒരു തരത്തിൽ ശിലാഭാവം പൂണ്ട അഹല്യ എന്ന് സൂചിപ്പിക്കാൻ കാരണം. ശിലാഭാവത്തിലേക്ക് ഒരു വ്യക്തി എങ്ങനെയാണ് എത്തപ്പെടുന്നത്? ഒരാളുടെ ഉള്ള് ശിലയായി മാറുന്നത് എപ്പോഴാണ്? പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ ഉള്ള് എങ്ങനെയാണ് ശിലയായി മാറുന്നത്? അവളെ ആവിഷ്കരിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് അവൾ ശിലയായി മാറുന്നത്. അവളിലെ സ്നേഹം, അവളിലെ കാരുണ്യം, അവളിലെ വാത്സല്യം, അവളിലെ നന്മ, അവളിലെ പ്രണയം, അവളിലെ ഹൃദയം നിറഞ്ഞ ഭാവങ്ങളെ ഒരു വ്യക്തിക്ക്, ഞാൻ സ്ത്രീ എന്ന് പറയാൻ കാരണം ഈ ആവിഷ്കാര സാധ്യത ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീഭാവത്തിലാണ്. അത് പുരുഷനിലും സംഭവിക്കുന്നുണ്ട്. സ്ത്രീഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ഗുണങ്ങളെ നമുക്ക് ആവിഷ്കരിക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. ഇത് ആവിഷ്കരിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി കല്ലായി സ്വന്തം ആവിഷ്കാരത്തിൻ്റെ എല്ലാ സാധ്യതകളെയും തന്നിലേക്ക് മാത്രം ഘനീഭവിപ്പിച്ചുകൊണ്ട് ഒരാൾ കല്ലായി മാറുന്നത്. അയാൾക്ക് ആവിഷ്കരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്, അയാൾക്ക് സ്വധർമ്മം പാലിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. സ്വധർമ്മം പാലിക്കാൻ പറ്റാതെ തന്നിലേക്ക് മടങ്ങിയ, തന്നിലേക്ക് തന്നെ ഒതുക്കിയ അഹല്യയെ, അവിടെ രഘുകുല ഉദ്ഭവനായ രാമനാണ് അവിടെ ജീവന്റെ, അവിടെ ചിന്തയുടെ, അവിടെ ജീവിതത്തിലേക്കുള്ള, അഹല്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് രാമൻ. അപ്പോ ജീവിതത്തിന്റെ പുതിയ പൊടിപ്പുകൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ട് അവളിലെ ഒരു ആവിഷ്കാരത്തിന്റെ സാധ്യതയാണ് രാമൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോ രാമന്റെ സ്ത്രീ
സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള വ്യക്തികളെയും കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് രാഷ്ട്രഭരണത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള സർവതല സ്പർശിയായ ഒരു രാഷ്ട്ര സങ്കല്പമാണ് രാമൻ ഇവിടെ ഭരതന് പറഞ്ഞു കൊടുക്കുന്നത്. രാമരാജ്യം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളാണ് നമുക്ക് ശ്രീരാമ ഭരത സംവാദത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് വാൽമീകിയുടെ രാമൻ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെ തേടിയ ഒരു രാമനാണ്. രാമൻ മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളിലൂടെയും കടന്നുപോയി ഒരു മനുഷ്യന്റെ അനുഭവ പരിസരങ്ങളിലൂടെ മുഴുവൻ കടന്നുപോയ ആ മനുഷ്യത്വത്തിൽ ഇരുന്നു കൊണ്ട് എത്രമാത്രം ധർമാനുഷ്ഠാനം നിർവഹിക്കാം എന്ന് കാണിച്ചു തന്ന രാമനാണ്. ആ രാമനാണ് ഭാരതത്തിന് മാതൃകയാകേണ്ട രാമൻ. ആ രാമനാണ് ഈശ്വരനാകുന്നത്. ഭാരതം ഈശ്വര സങ്കല്പത്തിലേക്ക് ഉയർത്തിയത് മനുഷ്യഗുണങ്ങളുടെ പൂർണ്ണതയിലുള്ള വ്യക്തികളെയാണ്. ഇതിഹാസ നായകന്മാർ ഈശ്വര സങ്കല്പത്തിലേക്ക് അങ്ങനെയാണ് ഉണർന്നു വരുന്നത്. എന്തായാലും രാമായണം മനനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ആധുനിക കാലത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരന്റെ എല്ലാ സാധ്യതകളോടും കൂടി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രംഗനാഥാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമുണ്ട്. സ്വാമിജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംസാരിക്കുന്ന പ്രഭാഷണങ്ങൾ, ഇറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന സ്വാമിയുടെ പ്രഭാഷണ പരമ്പരയിൽ ഒരിടത്ത് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് പ്രാക്ടിക്കൽ വേദാന്ത എന്ന ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ സ്വാമി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയത്തിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഈ രാജർഷിയുടെ മനസ്സുള്ള ഭരണാധിപനും ജാഗ്രതയുള്ള പ്രബുദ്ധ പൗരനുമാണ്. അലർട്ട് സിറ്റിസൺ ആൻഡ് ഫിലോസഫർ കിങ്. ജാഗ്രതയുള്ള പൗരനും കാര്യകുശലതയും കർമ്മകുശലതയും ജാഗ്രതയും നിർമ്മമതയുമുള്ള ഭരണാധിപനുമാണ്. അതിനെയാണ് അദ്ദേഹം രാജർഷി എന്ന് സൂചിപ്പിച്ചത്. ഈ രണ്ട് സംവിധാനങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രഭരണം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ വിഷയത്തിൻ്റെ ചിന്ത സാമാന്യമായി ഇവിടെ അവസാനിപ്പിക്കാം. ഒറ്റ ആശയമേ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ശ്രീരാമൻ മുന്നോട്ട് വെച്ച രാഷ്ട്രഭരണ സങ്കല്പം ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു മാതൃകാ പൗരൻ എന്ന നിലയിൽ, ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ പൗരബോധത്തെയും എനിക്ക് രാഷ്ട്രത്തോടുള്ള കടപ്പാടിനെയും ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണമെന്ന വിശാലമായ ഭാരതത്തിൻ്റെ ദർശനത്തെയും സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും രാമായണത്തെ നാം ഭക്തി കൊണ്ട് സമീപിക്കും, പക്ഷേ യുക്തി കൊണ്ട് സമീപിക്കാറില്ല, അല്ലേ? ഭക്തിയാ യുക്തിയാ വിഭക്തിയാച്ച. ഭക്തി കൊണ്ട് സമീപിക്കണം, യുക്തിയുക്തമായി സമീപിക്കണം, അതിനെ വിശ്ലേഷണം ചെയ്ത് സമീപിക്കണം. ഇതാണ് രാമായണത്തോട് നാം ചെയ്യുന്ന നീതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമന്റെ ആദർശ രാഷ്ട്രസങ്കല്പം, ധർമാധിപത്യം എന്ന ആദർശ രാഷ്ട്രസങ്കല്പം നമ്മളിലെ പൗരബോധത്തെ കൂടുതൽ ദൃഢമാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഒരു പ്രൗഢമായ ഇവിടുത്തെ സദസ്സിന് ഞാനൊരു വിഷയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. പ്രൗഢമായ ഈ സദസ്സിന് ആദരവോടെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.